ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളായിട്ട് പുറത്തൊരു ഔട്ടിങ്ങിന് പോയതാട്ടോ. ഒരു പാർക്കിൽ പോയതായിരുന്നു. ഇവിടെ അടുത്തുള്ള നീള പാർക്ക് എന്ന് പറയുക. അത് നമ്മുടെ ഭാരതപ്പുഴയുടെ അതിൻ്റെ തൊട്ട് തീരത്തായിട്ടാണ് നമ്മൾ ഈ നീള പാർക്കുള്ളത് കേട്ടോ. നല്ല വ്യൂ, അടിപൊളി വ്യൂ ആണ്. പുഴയിലെ വെള്ളവും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വ്യൂ ആണ്. ഇപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ കര കയറിയിട്ടുണ്ട്, പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി പറയുന്നു മക്കളായിട്ട് ഇങ്ങനെ പോകണമെന്ന്. അത് ഞങ്ങൾ അവരെയും കൊണ്ട് പോയിട്ടാണ് അതാ പോകുന്നു. അങ്ങോട്ട് കയറി എൻട്രൻസ് വെറും 10 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ കയറി പോയി നേരെ, അവർക്ക് ഇതിന് മുമ്പ് പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ മോനിട്ടാ. അപ്പോൾ അവന് വേഗം ഓടിയിട്ട് ഈ കുട്ടികളുടെ പാർക്കുണ്ടല്ലോ അവിടേക്ക് ഓടി ചെന്നു. പിന്നെ ഭയങ്കര കളി. അവിടെ ചെന്നപ്പോഴാണ് അവൻ്റെ വേറൊരു കസിനെയും കൂടി അവന് കിട്ടിയിട്ടാണ്. അവരിവിടെ എന്തോ ഒരു മീറ്റപ്പും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് വന്നതായിരുന്നു. എന്നിട്ട് അവർ 3 പേരും കൂടി പിന്നെ അടിപൊളിയാണ്. അവർക്ക് ഭയങ്കര ഇതാണ്. 3 പേര് പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടില്ല. അവരവരുടേതായ വേറൊരു ലോകത്തേക്കായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ അവരോട് ഓരോന്ന് പറഞ്ഞങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ചെറിയ ആൾക്കതാ ഈ ഒരു പാലുകുപ്പി കൈ കിട്ടിയപ്പോൾ ആൾ കുറച്ച് നടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അതും കൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഒന്ന് ആദ്യം ഒന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവരെ വെയിലില്ലാത്ത കുറച്ച് സ്ഥലത്ത് അവർ കളിച്ചോട്ടെ വിചാരിച്ച് മാറിയിരുന്നു. കുറച്ച് റൈഡും കാര്യങ്ങളും ഉള്ളൂ കേട്ടോ അവിടെ. പക്ഷേ ഒരുപാട് ഇങ്ങനെ ഊഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ ക്യാഷ് പേ ചെയ്യണ്ട. ഈ റൈഡിലൊക്കെ കയറണമെങ്കിൽ ക്യാഷ് പേ ചെയ്യണം. അപ്പോൾ പിള്ളേർക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് തല്ലുകൂടായിരുന്നു. ഞങ്ങളാണെങ്കിൽ വെയിലാണെന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ വെയിലാണെന്നൊക്കെ സംബന്ധിച്ച് ഒരു അരമണിക്കൂർ നമ്മളവിടെ പിടിച്ച് വെച്ചു. പിന്നെ വെയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുറഞ്ഞു വരുന്ന കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിന്ന് റൈഡ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ചെറിയ ആൾക്ക് പിന്നെ റൈഡിലൊന്നും കയറാൻ പറ്റില്ല. അവന് ഈ ചെറിയ ഊഞ്ഞാലിലൊക്കെ പിന്നെ പേടിയായിരുന്നു കുറച്ചൊക്കെ അവന്. അത് കാരണം അവനിട്ട് അങ്ങനെ എല്ലാത്തിലൊന്നും ഇതാവാൻ പറ്റില്ല. ഞങ്ങൾ നേരെ റൈഡിലേക്ക് പോയിട്ടാണ്. റൈഡിനെത്തിപ്പോയിട്ട് പിന്നെ അവർക്ക് നമ്മൾ വേണമെന്നോ ഒന്നുമില്ല, ഓടി. ഫസ്റ്റ് ചെന്നൈക്കാണ് എൻ്റെ മോൻ പറഞ്ഞത് എനിക്ക് ജമ്പ് ചെയ്യണം എന്നുണ്ടോ. ഈ ജമ്പ് ചെയ്യുന്നതിൽ എന്താണ് ഇത്ര വലിയ രസം എന്ന് എനിക്കറിയില്ല. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടം. അവനതിൽ വേണമെന്ന് പറഞ്ഞപ്പം ബാക്കി 2 ആൾക്കാർ അതിൽ കയറി. അങ്ങനെ അവർ 3 ആളും കിടന്നിട്ട് അവിടെ എന്തായിരുന്നു എന്നറിയോ, ഭയങ്കര മറിച്ചിലും എന്താണ് ഇപ്പോൾ അതിൽ നിന്നൊരു രസം കിട്ടണമെന്ന് എനിക്കറിയാം. അങ്ങനെ കുറേ നേരം ജമ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് കളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ചെറുപ്രായത്തിൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഇതുപോലെ നമ്മളെ കൊണ്ടുപോകാനൊന്നും ആരും ഉണ്ടായില്ലല്ലോ എന്നുള്ളത്. ആരും ഇല്ലയെന്ന് വെച്ചാൽ അന്ന് ഇങ്ങനത്തെ പാർക്കുകളും വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കൊണ്ടുപോകാനൊന്നും അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ആവും ടൂർ പോവുക. അതും അധികം അമ്പലങ്ങളൊക്കെ ആയിരിക്കും നമ്മളധികം ടൂർ പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ പാർക്കിലൊന്നും ആരും കൊണ്ടുപോകില്ല അന്നൊന്നും. അന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്ന് കുട്ടികൾക്ക് അത് വേണമെന്നൊന്നും പറഞ്ഞാലൊന്നും കിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം നമുക്ക് കുട്ടികൾ ചോദിക്കാതെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ അതൊക്കെ ഒരു അനാവശ്യമായ എന്താ പറയുക ചെയ്തു കൊടുക്കലുകളാണ്. പക്ഷെ എന്താ പറയുക, നമുക്ക് കിട്ടാതെ പോയതൊക്കെ നമുക്ക് നമ്മളെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കില്ലേ. അതാണ് അങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതൊക്കെ. അപ്പം കുറേ നാളായി പാർക്ക് പോകണം പറയുന്ന. അപ്പോൾ അവൻ്റെ അച്ഛനുള്ളപ്പോൾ ഞങ്ങൾ പോയിരുന്നു അവിടെ. ആ ഒരു ഓർമ്മയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ കേട്ടോ. ഏട്ടനുള്ളപ്പോൾ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി അടുത്ത റൈഡിൽ കയറാൻ വേണ്ടി പോയി. ഓരോ റൈഡിൽ കയറാനും 30 റുപ്പീസ് ആട്ടോ. അപ്പോൾ പേഴ്സണ് വേണ്ടത് ഒരാൾ. അങ്ങനെ ഇന്ന് റൈഡിൽ നിന്നൊന്നുമില്ല, ഏത് റൈഡിനും 30 രൂപ. അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഈ ആകാശത്തോണിയില്ലേ, ഇങ്ങനെ ഡ്രാഗണായിട്ടുള്ള വലിയ തോണി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളവിടെ പോയപ്പോൾ ഇതുപോലെ അതിൽ ഞാൻ കയറിയിട്ട് പറയേണ്ട മക്കളെ, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി. വലിയ സ്പീഡും കാര്യങ്ങളൊന്നും അതില്ല. പക്ഷെ ഇങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് ഭയങ്കര. എനിക്കാണെങ്കിൽ ഹൈറ്റ് കുറച്ച് പേടിയുള്ള ആളും കൂടി. അതിൽ കയറി ഇരുന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടിയാൽ മതി എന്നുള്ള അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ നേരെ ഇതുപോലെ ഒരു വാട്ടർ ബോട്ടുണ്ട് ഈ വെള്ളത്തിലിങ്ങനെ പോകുന്നത്. നമ്മൾ തന്നെ അത് ഓടിച്ചുകൊണ്ട് പോകണം. എല്ലാത്തിനും 10 മിനിറ്റ് കേട്ടോ. എല്ലാത്തിനും നമുക്ക് 10 മിനിറ്റ് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ കയറി. അതായിരുന്നു ലാസ്റ്റ് അവരുടെ റൈഡ് ഉണ്ടായിരുന്നു. പിന്നെ 2 ചെറിയ തീവണ്ടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് ഒന്ന് നല്ല ചെറുതായിരുന്നു, അതിൽ പോകാൻ പറ്റില്ല. അപ്പം കുറച്ചുകൂടി വലുതുള്ളതിൽ പിന്നെ എൻ്റെ ചെറിയ മോനൊന്നിലും കയറില്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. പരാതിയൊന്നും പറയാനായിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവനും പരാതി പറയില്ലേ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇതിൽ കയറിയിട്ടുണ്ട്. അതിൽ വലിയവർക്കും കയറാറുണ്ട്. അപ്പോൾ പിന്നെ അവനും കൊണ്ട് ഞാനും കയറി, എൻ്റെ ആഗ്രഹവും നടന്നു. വലിയ സ്പീഡൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോന്നു. ബസ്സിലാട്ടോ പോയത് ഒന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ പാർക്കിൽ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ. 3 മണിക്ക് പോയി, അല്ല 2 മണിക്ക് പോയി, 4 മണിയായപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയും ഉള്ള വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.